ഹായ്, നമ്മളൊന്ന് ജയാനഗർ വരെ പോയിട്ട് വരാം. ഇപ്പോൾ കുറച്ചായി നമ്മൾ മെട്രോയിൽ പോയിട്ട്. നമ്മളധികവും ബൈക്ക് എടുത്തിട്ടാണ് പോവാറ്. അതുകൊണ്ട് തന്നെ ഇതാ എസ്കലേറ്റർ കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് ഓടിക്കയറാനുള്ള ആവേശമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ആരും പിടിക്കുന്നതിനേക്കാണ് അവൾക്ക് ഒറ്റയ്ക്ക് കയറാൻ ഭയങ്കര ഇഷ്ടമാണ് എസ്കലേറ്ററിൽ. നമ്മൾ ആദ്യമെല്ലാം വരുമ്പം ഫുള്ളായിട്ട് നമ്മൾ ഇതിൽ തന്നെ മെട്രോയിൽ തന്നെ എല്ലാ സ്ഥലത്തും പോവാറ്. ഇപ്പോൾ വന്നപ്പോൾ ബൈക്ക് എടുത്തുകൊണ്ട് അധികവും പോവാറില്ല. നമുക്ക് ഇവിടുന്ന് കുറച്ചുണ്ട് പോകാൻ വേണ്ടിയിട്ട്, ജയാനഗറിലെത്താൻ വേണ്ടിയിട്ട് 2 മെട്രോ പിടിച്ച് പോകണം. അതാ മെട്രോ വേഗം എത്തും. ഈ സമയത്തെല്ലാം 2-3 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ നമുക്ക് മെട്രോ ഉണ്ടാവും. അപ്പോൾ മെട്രോയിൽ കയറി അവിടെ നിന്ന് നമ്മൾ മെജസ്റ്റിക്കിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് മാറി കയറിയിട്ട് വേണം പോവാൻ. മെജസ്റ്റിക്ക് ഒരു ടണലിൻ്റെ ഉള്ളിലുള്ള ഒരു സ്റ്റോപ്പാണ്. അവിടെ ഇറങ്ങി എന്നിട്ട് നമ്മൾ വേറെ മെട്രോയിൽ കയറിയിട്ട് നമുക്ക് വേണം ജയാനഗറിൽ വരെ എത്താൻ. ഇതവിടെ ഒരു മിറർ കണ്ടപ്പോൾ ഒരു പ്രഹസനം. അവളവിടെ ലിപ്സ്റ്റിക്കിൻ്റെ ഇതെല്ലാം കണ്ടിട്ട് അതൊക്കെ എടുത്തിട്ട് ഇതാക്കാൻ നോക്കുന്ന. ഇതാണ് ജയാനഗർ. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഷോപ്പുണ്ട്. നമ്മൾ ആദ്യം ഉള്ളിലത്തെ ഷോപ്പിലെല്ലാം കയറി മൊത്തത്തിലൊന്ന് കറങ്ങിയിട്ട് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഉള്ളിലത്തെ ഷോപ്പിലും പുറത്ത് വെച്ചിട്ടും സെയിം സാധനം, ഒരു വ്യത്യാസം ഇല്ലാണ്ട് അവിടെ ഉള്ളത്. പക്ഷേ ഉള്ളിലുള്ള ആൾക്കാർക്ക് നമുക്ക് സാധനം തരണമെന്ന് ഒരു ഇതും ഇല്ലാത്തതുപോലെ അവരങ്ങനെ നമ്മൾ ചോദിക്കുന്ന ഒന്നും എടുത്തു തരുന്നില്ല. പക്ഷെ നമ്മൾ പുറത്തേക്ക് വന്നപ്പോൾ ഒരു മാറ്റമില്ല, അതേ സാധനങ്ങൾ തന്നെ. പക്ഷേ ഉള്ളിലത്തവർ നമ്മളിപ്പോൾ ഒരു റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു രൂപ പോലും അവർ കുറച്ച് തരില്ല. പക്ഷേ നമ്മളത് പുറത്തുനിന്ന് അതേ സെയിം സാധനം പുറത്തുനിന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് 50-100 അവർ കുറച്ച് തരും. ഞാൻ 2 ടോപ്പ് ഒരുമിച്ച് എടുത്തതുകൊണ്ട് എനിക്ക് അവർ നല്ലോണം റേറ്റ് കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉള്ളിൽ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ വേണമെങ്കിൽ എടുത്താൽ മതി എന്നുള്ളൊരു ഇതാണ് അവർക്ക്. പക്ഷേ നല്ല കളക്ഷൻസ് എല്ലാം ഉണ്ട്, അടിപൊളിയായിട്ട് നല്ല സാധനങ്ങൾ. പക്ഷേ നമ്മൾ സാരിയും കൂടി എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ സാരി എടുക്കണമെങ്കിൽ ഇനിയും അങ്ങോട്ട് പോകണം. എന്താണെന്നറിയില്ല, ഇങ്ങനത്തെ ടോയ്സ് എല്ലാം കണ്ടിട്ട് മോള് വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. മോക്കും എടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഡ്രസ്സ്. പക്ഷേ അധികവും ലേഡീസിൻ്റെ ഡ്രസ്സും കിഡ്സിൻ്റെ മാത്രമേ അവിടെ ഉള്ളൂ. നമ്മളിതാ മെട്രോൻ്റെ അടുത്ത് എത്തി. നമ്മൾ നല്ലോണം ടയേർഡായി, ഒരുപാട് നടന്നിനവിടെ. ഇനി ഇവിടുന്ന് മെട്രോയിൽ കയറിയിട്ട് മെജസ്റ്റിക് ഇറങ്ങിയിട്ട് നമ്മളിതാ മെട്രോന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ലേറ്റ് 10 മണിയെല്ലാം കഴിഞ്ഞതുകൊണ്ട് ഒരു 9 മിനിറ്റ് 10 മിനിറ്റ് എല്ലാം പിടിക്കും മെട്രോ വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം മോളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളിങ്ങനെ പോയതാണെന്നല്ല. അവൾക്ക് അതുവരെ ഉറങ്ങിക്കൊണ്ടിരുന്ന കുട്ടിയാണ്. ഇപ്പോൾ ഇതാ അവൾക്കൊരാവേശം വന്നു. അവൾക്ക് ഡ്രസ്സെല്ലാം എടുത്തതിൻ്റെ ഒരാവേശമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ മെജസ്റ്റിക്കിലെത്തിയിട്ട് മെജസ്റ്റിക്കിൽ നിന്ന് പിന്നെ നമ്മുടെ സ്റ്റേഷനിൽ ഇറങ്ങണം. നമ്മളവിടെ ബൈക്ക് വെച്ചിട്ടാണ് വന്നത്, അതുകൊണ്ട് അത്ര ടെൻഷൻ അടിക്കണ്ട. അവിടുന്ന് ബൈക്ക് എടുത്തിട്ട് അങ്ങ് പോകാം, എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ടെൻഷനും എല്ലാം വ്ളോഗിലുണ്ടാവും. ചിലപ്പോൾ ഇത് കണ്ടിട്ട് ആർക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ അറിയാതെ എടുക്കുന്നൊരു സാധനം, ആദ്യമായിട്ട് എടുക്കുന്നൊരു സാധനം. അതുകൊണ്ട് നല്ല ടെൻഷനുണ്ട്. അതെൻ്റെ സൗണ്ടിലും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. എന്തോ ഒരു ടെൻഷനും ഒരു കുറവും എല്ലാം വരുന്നുണ്ട്. ഇതാ നമ്മളെ മെട്രോ എത്തിയിരിക്കുന്നു. നമ്മളിതാ ഇതിൽ കയറി മെജസ്റ്റിക് ഇറങ്ങി. മെജസ്റ്റിക്കിൽ നിന്ന് പിന്നെയും നമ്മൾ പോകണം. എന്നാൽ ഇന്നത്തേക്ക് ബായ്.